വാൻഹ ലൈൻസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സിംഗപ്പൂർ കപ്പലാണ് കോഴിക്കോട് തീരത്തിന് സമീപം തീപിടിച്ച MV വാൻഹായ് 503. 2005 തായ്വാനിലെ കാവോസിയോങ് CSBC കോർപ്പറേഷൻ നിർമ്മിച്ച ചരക്ക് കപ്പലാണിത്. പനാമ കനലിൽ സഞ്ചരിക്കാൻ പാകത്തിൽ രൂപകൽപ്പന ചെയ്ത വാൻഹായ് 503-ന് 268.8 മീറ്റർ നീളവും 32.3 മീറ്റർ വീതിയുമുണ്ട്. ചൈന, ഇന്ത്യ, ശ്രീലങ്ക, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിലെ തുറമുഖങ്ങളെ ബന്ധിപ്പിക്കുന്ന ചൈന ഇന്ത്യ എക്സ്പ്രസ് റൂട്ടിലാണ് നിലവിൽ ചരക്ക് ഗതാഗതം നടത്തുന്നത്. മണിക്കൂറിൽ 24.4 നോട്ടിക്കൽ മൈൽ, അതായത് 45.2 കിലോമീറ്റർ വേഗതയിൽ വരെ സഞ്ചരിക്കാൻ കഴിയും ഈ കപ്പലിന്. 42,532 ടൺ ചരക്ക് ഉൾപ്പെടെ ആകെ 51,300 ടൺ ഭാരം താങ്ങാൻ ശേഷിയുണ്ട്. 20 അടി നീളവും 8 അടി വീതിയും 8.5 അടി ഉയരവുമുള്ള 4,252 കണ്ടെയ്നറുകൾ വരെ വഹിക്കാനുള്ള ശേഷിയും ഇതിനുണ്ട്. അതേസമയം ബേപ്പൂർ തീരത്തിന് സമീപം തീപിടിച്ച ചരക്ക് കപ്പലിലെ 140 കണ്ടെയ്നറുകളിൽ അപകടകരമായ ചരക്കുകൾ ഉള്ളതായി റിപ്പോർട്ടുകൾ. അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് 20 കണ്ടെയ്നറുകളിൽ തീപിടിക്കുന്ന വസ്തുക്കൾ, സ്വയമേ കത്തുന്നവ, കീടനാശിനികൾ ഉൾപ്പെടെയുള്ള വിഷരാസവസ്തുക്കളും അടങ്ങിയിട്ടുണ്ട്. ഇതിൽ കളനിയന്ത്രണത്തിനും കീടനിയന്ത്രണത്തിനും ഉപയോഗിക്കുന്ന 800 ഡ്രമ്മുകളും മറ്റൊരു കണ്ടെയ്നറിൽ 27,786 കിലോഗ്രാം തൂക്കമുള്ള എഥൈൽ ക്ലോറോഫോർമൈറ്റ് അടക്കമുള്ള വിഷാംശ രാസവസ്തുക്കളും ഉൾപ്പെടുന്നു. ഇത് കടലിൽ പരക്കുന്നതോടെ ഉണ്ടാകാനിടയുള്ള മലിനീകരണം സംബന്ധിച്ചും ആശങ്ക ഉയർന്നിട്ടുണ്ട്. കപ്പലിൽ 20 കണ്ടെയ്നറുകളിലായി കത്തുന്ന ഖരവസ്തുക്കളുണ്ട്. ഇതിൽ 2 കണ്ടെയ്നറുകളിൽ ആൽക്കഹോൾ അടങ്ങിയ നൈട്രോസെല്ലുലോസ്, 12 കണ്ടെയ്നറുകളിൽ നഫ്തലീൻ, 1 കണ്ടെയ്നറിൽ കത്തുന്ന ദ്രാവകം അടങ്ങിയ ഖരവസ്തുക്കൾ, 4 കണ്ടെയ്നറുകളിൽ പാരാഫോർമാൽഡിഹൈഡ് എന്നിവ ഉൾപ്പെടുന്നു. സ്വയമേ കത്തുന്ന ഓർഗാനോ മെറ്റാലിക് പദാർത്ഥവുമുണ്ട്. വായുവുമായി സമ്പർക്കമുണ്ടാകുമ്പോൾ സ്വയം കത്തുന്നവയാണിത്.